കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എം അംഗം ജോൺസൺ കൊട്ടുകാപ്പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടു. LDF ധാരണയനുസരിച്ച് പ്രസിഡന്റായിരുന്ന CPM അംഗം PV സുനിൽ രാജിവെച്ച ഒഴിവിലാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എം അംഗം ജോൺസൺ കൊട്ടുകാപ്പള്ളിയും വൈസ് പ്രസിഡന്റായി CPI-യിലെ വടകര ഡിവിഷൻ അംഗം CK സന്ധ്യയും തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ കൊട്ടുകാപ്പള്ളിയുടെ വോട്ട് അസാധുവായി. ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതാണ് പ്രസിഡന്റിന്റെ വോട്ട് അസാധുവാകാൻ കാരണം. ജില്ലാ സബ് കളക്ടർ ജിനു പുന്നോസ് വരണാധികാരിയായിരുന്നു. LDF ധാരണയനുസരിച്ച് പ്രസിഡന്റായിരുന്ന CPM അംഗം PV സുനിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഞിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജോൺസൺ കൊട്ടുകാപ്പള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. മുട്ടുചിറ ഡിവിഷൻ അംഗമാണ് ജോൺസൺ കൊട്ടുകാപ്പള്ളി. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ തോമസ് കൊട്ടുകാപ്പള്ളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ജോൺസൺ കൊട്ടുകാപ്പള്ളിക്കെതിരെ UDF-ലെ കീഴൂർ ഡിവിഷൻ മെമ്പർ സുബിൻ മാത്യു ആണ് മത്സരിച്ചത്. ജോൺസൺ കൊട്ടുകാപ്പള്ളിക്ക് 9 വോട്ടും സുബിൻ മാത്യുവിന് 3 വോട്ടും ലഭിച്ചു. നിലവിൽ LDF 10, UDF 3 എന്നിങ്ങനെയാണ് കക്ഷിനില. വൈസ് പ്രസിഡന്റായി വെള്ളൂർ ഡിവിഷനിലെ CK സന്ധ്യയെ തിരഞ്ഞെടുത്തു. UDF-ലെ തങ്കമ്മ വർഗീസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. സന്ധ്യക്ക് 10 വോട്ടും തങ്കമ്മ വർഗീസിന് 3 വോട്ടുമാണ് ലഭിച്ചത്. ബ്ലോക്ക് അങ്കണത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ LDF, UDF നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.